ബൈനാൻസ് ലിസ്റ്റിംഗ് വരുന്നുണ്ട് ഇപ്പോഴത്തെ 86% കമ്മ്യൂണിറ്റി വോട്ട്സ് കിട്ടിയ ബൈനാൻസ് കമ്മ്യൂണിറ്റി വോട്ട്സ് കിട്ടിയ മീൻസ് പൈ ലിസ്റ്റ് ചെയ്യാൻ ബൈനാൻസിൽ. അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇപ്പൊ തന്നെ $20 പൈ നിൽക്കുന്നത്. ഇനി ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഹൈ ലൈക്ലിഹുഡ് ഉണ്ട്. ലിസ്റ്റ് ചെയ്താൽ $5 ആവും, $5-10 എവിടെ എത്തും നമുക്കറിയില്ല. $10-15 ആവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മേജർ ഡെക്സിലോ സെക്സ് എന്ന് പറഞ്ഞ സെൻട്രലൈസ് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പൈ വലിയൊരു ഹൈപ്പ് ജനറേറ്റ് ചെയ്യും. പിന്നെ അപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമെന്നുള്ള ചോദ്യം ഉണ്ട് വേറെ. മീൻസ് നല്ല നല്ല ഡെവലപ്പേഴ്സ് അവർ ഇക്കോസിസ്റ്റംസിലേക്ക് വരാണെങ്കിൽ നല്ല നല്ല അപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഉറപ്പൊന്നുമില്ല, ആർക്കും അറിയുന്നില്ല. ഇത് മീൻസ് നെറ്റ്വർക്ക് എഫക്റ്റ് എവിടെ വരാമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു നല്ല അപ്ലിക്കേഷൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാൽ, കില്ലർ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ $1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പിൽ എന്തായാലും പൈ എത്തും. താങ്കളെ സാധ്യതയുണ്ട്, നമുക്കറിയില്ല, സാധ്യതയുണ്ട് എന്ന് പറയാം. പക്ഷേ $100 ബില്യൺ ഒക്കെ പൈക്ക് എത്താം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $16. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ $16 എത്തും. എത്താനുള്ള സാധ്യത എന്തായാലും ഉണ്ട് പൈക്ക്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 1000 പൈ 2000 പൈ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയൊരു തുക നമുക്ക് കിട്ടും. നമ്മൾ പൈ മൈൻ ചെയ്ത കാരണം. മീൻസ് ലോക്കപ്പ് ചെയ്തവർക്ക് കുറച്ച് സമയം എടുക്കും, 1-2 വർഷം എടുക്കും. അല്ലാത്തവർക്ക് ഇപ്പൊ തന്നെ വിൽക്കാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1 മാസത്തിനുള്ളിൽ KYC നടത്തണം. KYC നടത്തുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തിന്റെ ടൈം ഫ്രെയിമിലില്ലേ KYC കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പൈ കോയിൻസ് പോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിങ്ങൾ ഇപ്പൊ തന്നെ പോയി KYC ചെയ്യുന്നതാണ് നല്ലത്, കോയിൻ പോകാണ്ടിരിക്കുക. പിന്നെ പകുതി കോയിനോളം നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ, സെക്കൻഡ് മൈഗ്രേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി ഒരാൾ. പകുതി കോയിൻ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സർക്കിളിലുള്ള ബാക്കിയുള്ളവർ മൈഗ്രേഷൻ നടത്തണം. KYC പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യണം, മൈഗ്രേഷൻ നടത്തണം. നിങ്ങളുടെ അറിയുന്ന സർക്കിളിലുള്ള ആൾക്കാരാണെങ്കിൽ എളുപ്പമാണ്, നിങ്ങൾക്ക് അവരോട് വിളിച്ച് പറഞ്ഞാൽ മതി. വിളിച്ച് പറഞ്ഞാലും കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളുണ്ടാവും അത് ചെയ്യാൻ. മീൻസ് അവർ ചെയ്യണ്ടേ, അതൊരു പ്രശ്നമാണ്. അത്ര വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ അവർ ചെയ്യും. മീൻസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെയ്യാനുള്ള സാധ്യതകൾ ഒരു പ്രശ്നമാണ്. അവർ വിശ്വസിപ്പിക്കേണ്ടി വരും, കുറച്ച് സമയമൊക്കെ എടുക്കേണ്ടി വരും, ചിലപ്പോൾ പറ്റിയൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തായാലും ബാക്കി പകുതി എന്തായാലും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അത് നിങ്ങൾ ഇപ്പൊ തന്നെ ആ പ്രോസസ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ കാശ് കിട്ടാണ്, വെറുതെ കാര്യണ്ട. ഇപ്പൊ പൈ നിൽക്കുന്നത് എത്രയാ? $13 ബില്യൺ, $15 ബില്യൺ അടുത്താണ് നിൽക്കുന്നത്. ആ റേഞ്ചിൽ പെട്ടെന്ന് $100 ബില്യൺ എത്തും ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, വിശ്വാസം. അപ്പൊ പൈ മിനിറ്റ് കഴിഞ്ഞു. ഫെബ്രുവരി 21 പൈ മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ബൈനാൻസ് ലിസ്റ്റിംഗ് വരാൻ പോണ്. എന്തായാലും വരുന്നു വിശ്വസിക്കുന്നു, എല്ലാവരും വിശ്വസിക്കുന്നു, എന്തായാലും വരും. അപ്പൊ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡിറ്റി വരും. പിന്നെ ആൾ സീസൺ തുടങ്ങും. നിങ്ങൾ മനസ്സിലാക്കണം, ആൾ സീസൺ വരുന്നുണ്ട്. ഇപ്പോൾ ബിറ്റ്കോയിൻ $84,000 നിൽക്കുന്നത്, 85,000 ആയതുകൊണ്ട്. അദേറിയം പക്ഷെ അങ്ങനെ വീണിട്ടില്ല. അദേറിയം ഇപ്പൊ $2,300 ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ $2,300 നിൽക്കുകയാണെങ്കിലും അതത്ര വലിയ വീഴ്ച വീണിട്ടില്ല. അത് ഇനി മീൻസ് 2000 താഴെയൊന്നും പോയില്ല, അത് കയറുന്നുണ്ട് പതുക്കെ. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കി നിൽക്കുന്നുണ്ട് പ്രൊജക്ട്സിനെ. മീൻസ് ഈ മീൻ കോയിൻസുകളുണ്ട്, ആ മീൻ കോയിൻസുകളൊക്കെ ഒന്ന് ചത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, മീൻസ് അവരൊക്കെ ഇങ്ങനെ ആ കാശൊക്കെ ഒഴുകി കുറച്ച് നല്ല യൂട്ടിലിറ്റി കോയിൻസിലേക്ക്, നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് വാല്യൂ ഉള്ള യൂട്ടിലിറ്റി കോയിൻസിലേക്ക് കയറുമ്പോൾ മാർക്കറ്റ് മീൻസ് ഈ കോയിൻ്റെ മീൻസ് ഈ മീൻ കോയിൻസ് എന്നുള്ള അല്ലെങ്കിൽ ഷിറ്റ് കോയിൻസ് എന്നുള്ള ലിക്വിഡിറ്റി പോയിന്റ് ഈ കോയിൻസിലേക്ക് കൺസോളിഡേറ്റ് ചെയ്യും. ഈ എക്കണോമിക് വാല്യൂ ഉള്ള കോയിൻസിലേക്ക്, കാർഡാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് യൂട്ടിലിറ്റി, ആൽഗോറാൻഡ് അങ്ങനത്തെ കുറച്ച് യൂട്ടിലിറ്റി ടോക്കൺസിൽ അത് കൺസോളിഡേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ പൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത കാരണം മീൻസ് പൈ ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ടാപ്പ് ചെയ്തു. മീൻസ് മൊബൈലിൽ പൈ ആപ്ലിക്കേഷനിൽ ഒരു ഐക്കൺ ഞെക്കി, മീൻസ് നമ്മൾ പൈയുടെ ഇതിൽ മിൻറ്റിങ് ഐക്കൺ ഞെക്കിയിട്ട് നമ്മൾ കാശുണ്ടാക്കി. ഇത്രയും വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡമായി റെഗുലറായിട്ട് വരെ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 കോയിൻ എന്തായാലും കിട്ടും പൈ. അപ്പൊ ഇത് വെറുതെ കിട്ടിയ കാശാണ്. ചിലപ്പോൾ ഭാവിയിൽ പൈ ബിറ്റ്കോയിൻ്റെ അടുത്തൊക്കെ എത്താം, അറിയില്ല. ഇനി ഹോൾഡ് ചെയ്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ ക്രൂർപതികളും മീൻസ് കോടാനുകോടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ആർക്കറിയാം. ജീവിതം മാറിയിട്ടുണ്ടാവും വെറുതെ പൈ ഹോൾഡ് ചെയ്ത കാരണം മാത്രം. ആർക്കറിയാം, ജീവിതമൊക്കെ മാറാൻ എത്ര സമയമുള്ളൂ, പെട്ടെന്ന് മാറാം. നമുക്കറിയില്ല എങ്ങനെയൊക്കെ മാറാന്ന്. മനസ്സിലായില്ലേ? അതെ, ഇത് ഒരു സത്യമാണ് ജീവിതത്തിന്റെ മാറ്റത്തില്ലേ. മീൻസ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നിന്നും എഡ്യൂക്കേഷണൽ ആൾക്കാരും മീൻസ് ജീവിതത്തിൽ ജീവിച്ച് അറിയുന്ന ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസത.
എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ കുറച്ച് ഡിവോഴ്സ്ഡാണ് റിയാലിറ്റി ആയിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരിച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാതിയിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്നു. നമ്മളിപ്പോൾ പൈലി വലിയ കാശുകാരായിട്ടുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല നമ്മൾ രക്ഷപ്പെടുന്നു. അവർ വിജയിച്ചതൊക്കെ തെറ്റിപ്പോവും, അവരുടെ പ്രിൻസിപ്പിൾസൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ കണ്ടമാനം കാശുണ്ടാക്കി ചെയ്ത് സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നമുക്ക് Web3യിലേക്ക് നമുക്ക് കാത്തിരിക്കുകയാണ്. Web3യിൽ കാത്തിരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശ് കിട്ടണം. എങ്ങനെയാണ് മീൻസ് കാശ് കിട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Web2ന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് കാശ് പോയത് ബേസിക്കലി. പക്ഷെ നമ്മൾക്ക് കുറച്ചും കൂടി കമ്മ്യൂണിറ്റി സെൻട്രിക് ആണെങ്കിൽ അടിപൊളിയാണ്. മീൻസ് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ എനിക്കാണ് അല്ലെങ്കിൽ പല ഇൻഫ്ലുവൻസേഴ്സിനാണ്, എനിക്കല്ല പല ഇൻഫ്ലുവൻസേഴ്സിനാണ് കാശ് പോവുക അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാര്യം. പക്ഷെ ഒരു കമ്മ്യൂണിറ്റി സെൻട്രിക് മോഡൽ Web3 മോഡലിൽ വരുമ്പോൾ കുറച്ചും കൂടി യൂസേഴ്സിനെ എംപവർ ചെയ്യുന്ന രീതിയിലായിരിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ മാറുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേഴ്സിന് കാശ് കിട്ടണം. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് കാശ് കിട്ടുന്ന രീതിയിൽ മീൻസ് അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ കിട്ടേ എനിക്ക്, അങ്ങനെ ക്രിയേറ്റേഴ്സിന് ഒരു പാതി പോവും. അങ്ങനെ അത് നല്ല ഐഡിയ ആണ്. പിന്നെ ബ്രേവ് ചെയ്തിട്ടുണ്ട്. ബ്രേവ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണാണ്ടിരിക്കാം. അങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾക്ക് കാശ് തരണം, മനസ്സിലായോ? അത് ബ്രേവ് ബാറ്റ് ടോക്കൺ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ്. വലിയ വിജയം നേടിയില്ല, ട്രാക്ഷനൊന്നും അത്ര കിട്ടിയിട്ടില്ലെങ്കിലും ഒരു നല്ല മോഡലാണെന്ന് നമുക്ക് പറയാം ബ്രേവ് ചെയ്തത്. മീൻസ് ബാറ്റ് ടോക്കൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം എങ്ങനത്തെ അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണണം, അതൊക്കെ നല്ല മോഡലാണ് ഞാൻ വിശ്വസിക്കും. പക്ഷെ ഞാൻ കുറച്ചും കൂടി നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റേഴ്സിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി നല്ലതെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റേഴ്സിന് പറയാൻ പറ്റുകയാണ് ഞാൻ ഇത്രയും കാശ് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എൻഗേജ്ഡ് ആക്കും. കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് Web3യിൽ. മീൻസ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, കമ്മ്യൂണിറ്റിയുടെ ഇൻട്രാക്ഷൻ കൊണ്ടുവരാൻ. പിന്നെ അവർക്കും കൂടി തുക കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞാനല്ല ഒരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അയാൾക്കും കൂടി കുറച്ച് കാശ് കിട്ടുകയാണെങ്കിൽ അവരെല്ലാവരും ഹാപ്പിയാണ്. അവർ കാണുന്നതിന് മൂല്യമുണ്ട്, പിന്നെ അവർക്ക് വല്ലതും കിട്ടുകയും ചെയ്യും, അങ്ങനെ കാശും കിട്ടും. അങ്ങനത്തെ പരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ വരും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാശിൻ്റെ പേരിലായിരിക്കാം. പക്ഷെ നല്ലൊരു കോമ്പറ്റീഷൻ ആവാനുള്ള സാധ്യതകളും ഉണ്ട്, മനസ്സിലായ? അപ്പോൾ ക്വാളിറ്റി കണ്ടന്റ് ക്രിയേഷൻ മാത്രമല്ല, ഒരു കുറച്ചും കൂടി വെൽബീങ് എഗ്ലിറ്ററി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. കാരണം അവരുടെ പണി എടുക്കണത് അവർക്ക് വേറെ ആൾക്കും കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ക്രിയേറ്റേഴ്സും യൂസേഴ്സും തമ്മിലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ എന്ന് വെച്ചാൽ എക്സ്ട്രാക്റ്റീവ് മോഡൽസ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാം എടുക്കലും മാത്രമേ ഉള്ളൂ, കൊടുക്കലില്ല. ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ഒരു വലിയ കാര്യമാണ്, വളരെ ഉപകാരപ്രദമാണ് ഇൻഫോർമേഷൻ. പക്ഷെ നമ്മൾ എന്റർടൈൻമെന്റ് ഇൻഫോർമേഷനൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു സുഖം കിട്ടുന്നുണ്ടാവും നമുക്ക്. പക്ഷെ നമുക്ക് തിരിച്ച് ഒന്നും കിട്ടുന്നില്ല. കമ്മ്യൂണിറ്റിക്ക് സുഖം കിട്ടുന്നുണ്ട്. ആ സുഖം വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരനുസരിച്ചിരിക്കും, ചെയ്യാൻ പറ്റിയിരിക്കാം. പക്ഷെ ആ സുഖം കിട്ടുന്നത് ഒരു പ്രൈമർ മോട്ടിവേറ്റർ ആണെങ്കിൽ, പക്ഷെ അത് മാത്രം കിട്ടണുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് വലിയ മൂല്യമില്ല വേറെ കാര്യങ്ങൾ ചെയ്യാൻ. അത് എനിക്ക് ഭയങ്കര സംശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇത്ര സമയം കളയണമെങ്കിൽ എഡിറ്റ് ആണെങ്കിൽ തന്നെ അവന് ഇത്തിരി ഒരു മൂല്യമില്ലെങ്കിൽ ഇത്തിരി കാശ് കിട്ടുകയാണെങ്കിൽ മീൻസ് അവൻ കാണുന്നതിനപ്പുറം അവന് വലിയ കാര്യങ്ങളും കിട്ടും. ഇപ്പൊ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തിയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തുള്ള ഒരു തിയറി മീൻസ് ഒരു വ്യത്യാസം ഈ ലോകത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയമായിട്ട് കയറിയിട്ട് നമ്മൾ എല്ലാ കാശും നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുക. അതാണ് തിയറി. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെൽഫ് മെയ്ഡ് എന്ന് പറഞ്ഞൊരു ഫിലോസഫി വെച്ചിട്ടാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാശ് ഉണ്ടാക്കുന്നു, നമ്മൾ ഫുൾ കാശ് ഉണ്ടാക്കുന്നു, നമ്മൾക്ക് ഓഡിയൻസ് കിട്ടുന്നു, ഓഡിയൻസിന്റെ കാശ് കിട്ടുന്നു, നമ്മൾ ഒരു ഹൈറാർക്കി ക്രിയേറ്റ് ചെയ്യുന്നു. ബേസിക്കലി ഐഡിയലൈസേഷൻ തുടങ്ങുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലത്തെ ആൾക്കാരൊക്കെ നമ്മൾ ഐഡിയലൈസ് ചെയ്യണം. അപ്പോൾ ഐഡിയലൈസേഷൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളോടൊരു ഇഷ്ടം തോന്നുന്നു, പിന്നെ കൂടുതൽ കാശ് ഉണ്ടാക്കുന്നു. അങ്ങനെ ആ മോഡലാണ് ഇപ്പോൾ. പക്ഷെ നമ്മൾ കുറച്ചും കൂടി എങ്ങനെയെങ്കിലും വേറെ രീതിയിലുള്ള മോഡലിങ് നോക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കൊടുത്തിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ചിന്ത ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം എന്നായിരിക്കും ആൾക്കാർ ചിന്തിക്കുക. ഇവരൊക്കെ കൊടുത്തിട്ട് എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉപകാരമില്ല, ഗ്രാറ്റിറ്റ്യൂഡില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലേ പറയുന്നു. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റും കമ്മ്യൂണിറ്റി വെൽബീങ്ങും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഓപ്റ്റ് ചെയ്യാം, ഓപ്ഷനാണ് ബേസിക്കലി. യൂട്യൂബ് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഓപ്ഷനാണ്. നല്ല കാര്യമാണ്. ഞാൻ എത്ര ഉള്ളൂ നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം കൂടി ഞാൻ കേൾക്കണം, എനിക്കറിയില്ല.
പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് അറിയില്ല, അതായത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പൈയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ KYC ചെയ്യുക. പിന്നെ പൈ വാലറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർനാഷണൽ പാക്കേജിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ലൊക്കേഷനിൽ കിട്ടുന്ന ഇന്റർനാഷണൽ പാക്കേജ് റീചാർജ് ഒക്കെ ചെയ്യേണ്ടി വരും, റിസീവ് ചെയ്യാൻ പാസ്വേഡൊക്കെ. അത് എല്ലാവർക്കും കിട്ടുന്ന നിർബന്ധമില്ല കേട്ടോ, കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എനിക്കറിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യത്തിൽ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ KYC പെട്ടെന്ന് ചെയ്തോളൂ. പിന്നെ വേഗം മീൻസ് നിങ്ങളുടെ വാലറ്റിക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ പൈ പോവും, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ പറയാനുള്ളൂ ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കാം, കമൻറ്റ് ചെയ്യാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇഷ്ടമായ കേട്ടോ.